കോഴിക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. കേസിൽ പ്രതികളായ 19 പേർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിലാണ് ജയപ്രകാശിന്റെ പ്രതികരണം. എല്ലാ തെളിവുകളും നശിപ്പിച്ചതിനു ശേഷമാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ച് അതിൻ്റെ നാരായണക്കല്ലിൽ എടുത്ത് കൊടുത്തിട്ടാണ് ഈ കേസ് CBIയിൽ കിട്ടിയത്. നല്ല രീതിയിൽ നശിപ്പിച്ച് തെളിവുകളും നശിപ്പിച്ച് അതിനകത്തുള്ള എത്ര ദിവസത്തോളം CBIക്ക് കൊടുക്കാനായിട്ട് വൈകിപ്പിക്കാൻ പറ്റുമോ ഈ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ലേറ്റാക്കിയിട്ടാണ് ഈ കേസ് CBIക്ക് കിട്ടിയത്. അതുകൊണ്ട് CBIക്ക് കിട്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് CBIക്ക് കുറേ തെളിവുകൾ കാര്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ അമാനുഷികരൊന്നുമല്ല, അവർക്ക് തെളിവുകൾ സംഘടിപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷെ ആദ്യം മര്യാദയ്ക്കാണെങ്കിൽ കിട്ടുമായിരുന്നു. അന്വേഷിച്ച് പോയിട്ട് കൊന്നത് SFI ആണെന്ന് അറിഞ്ഞപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരന്മാർ, അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റുകാർ SFIക്കാരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ മന്ത്രിക്കും കാര്യങ്ങളൊക്കെ അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ആ രീതിയിൽ ട്രാക്ക് മാറിയിട്ട് തെളിവുകൾ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ കിട്ടിയിട്ടാണ് CBIയുടെ കയ്യിൽ കിട്ടിയത് കേസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറയുമ്പോൾ CBIക്ക് ഹാജരാക്കാൻ പറ്റുന്ന തെളിവുകൾ ചിലപ്പോൾ കിട്ടിക്കാണില്ലായിരിക്കും, ചിലപ്പോൾ ഇനിയും സമയമെടുക്കുമായിരിക്കും. അതുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റവിമുക്തമാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരന്മാർക്കൊക്കെ വധശിക്ഷ ഇവർക്ക് ഏതറ്റം വരെ പോയാൽ കിട്ടും, ആ അറ്റം വരെ വധശിക്ഷ വരെ വാങ്ങിക്കൊടുത്തിട്ട് തന്നെ ഞാൻ ഇറങ്ങുള്ളൂ. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദൃശ്യ പൂക്കോട് വെറ്ററിനറി സർവകലാശാല സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിലാണ് മാതാപിതാക്കൾ ജനൻ ടിവിയോട് പ്രതികരിച്ചത്. അമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇത്തരത്തിൽ ഒരു വിധി വന്നതിൽ ഞെട്ടിപ്പോയിരിക്കുന്നു. എന്ത് ക്രൂരതയാണ് എന്റെ മകനോട് അവർ കാണിച്ചത്. എന്നിട്ടും ഈ പ്രതികൾക്ക് 19 പേർക്കും ജാമ്യം ലഭിച്ചത് ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടതെന്നാണ്. എന്ത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മാതാപിതാക്കളുടെ തീരുമാനം. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: എല്ലാ തെളിവുകളും നശിപ്പിച്ചതിനു ശേഷം SFIയുടെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ CPMകാരുടെയും ഇത്തരത്തിലുള്ള ഇടപെടലുകളോടുകൂടി എല്ലാ തെളിവുകളും നശിപ്പിച്ചതിനു ശേഷമാണ് കേസ് CBIയിലേക്ക് എത്തിച്ചത്. കേസ് CBIയിലേക്ക് എത്തുന്ന സമയത്തും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. വളരെ വൈകിയതിനു ശേഷമാണ് കേസ് ഇത്തരത്തിൽ CBIയുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാ തെളിവുകളും നശിപ്പിച്ച് അതിന്റെ എല്ലാ ഒരുപക്ഷെ ഈ പ്രതികൾ കുറ്റക്കാരാകേണ്ടിയുള്ള എല്ലാ സാധ്യതകളുടെയും പഴുതടച്ചുകൊണ്ടാണ് ഒരുപക്ഷെ CBIയിലേക്ക് കേസ് കിട്ടിയത്. നിലവിലിപ്പോൾ ഈ 19 പേർക്കും ജാമ്യം കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് കുറ്റവിമുക്തരാകുന്നതല്ല, ഏതറ്റം വരെയും, അതായത് ഇവർക്ക് കൊലക്കയർ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും താൻ പോകുമെന്നാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണവും ജയപ്രകാശ് അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിലെ ഹൈക്കോടതി വിധിയിൽ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടതും അതോടൊപ്പം തന്നെ ഇവർക്ക് ശിക്ഷ ലഭിക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിച്ചതിൽ ഒരു അതൃപ്തിക്കുറവുണ്ടെന്നും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഏതൊരറ്റം വരെയും പോകാൻ, നിയമത്തിന്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾക്ക് ഏത് അറ്റം വരെയും പോയി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണെന്നുമാണ് അദ്ദേഹം ഇന്ന് ജനം ടിവിയോട് പ്രതികരിച്ചത്. ദൃശ്യ ടിൻഡു, സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇപ്പോൾ പറയുകയുണ്ടായി ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് തെളിവുകൾ നശിക്കാൻ കാരണമെന്ന് പറയുകയുണ്ടായി. SFIക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശ്രമം നടന്നതെന്നും പറയുകയുണ്ടായി. ഇതിനെപ്പറ്റി കൂടുതൽ എന്തൊക്കെയാണ് സംശയം? തീർച്ചയായും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മന്ത്രിയുടെയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ആദ്യഘട്ടങ്ങളിലൊന്നും സർക്കാരോ മുഖ്യമന്ത്രിയോ ഇടപെട്ടിട്ടില്ല. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി ഇദ്ദേഹം പരാതി നൽകുന്നു. പരാതി എടുക്കുന്ന സമയത്തും പറയുന്നുണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകും
പോകും എന്ന് പറഞ്ഞിട്ടും ഇത്തരത്തിൽ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഈ നിലവിലെ അല്ലെങ്കിൽ കോളേജിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള സമയത്തുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കാനായിട്ടും ഇത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം ഈ SFI പ്രവർത്തകരോടൊപ്പം യോജിച്ച് നിൽക്കുന്ന രീതി, അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഈ SFI പ്രവർത്തകർക്ക് അനുയോജ്യമായ രീതിയിൽ കൊണ്ടുവരാൻ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നൊരു ആരോപണം അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണം അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നത് പ്രൊമോഷനോട് കൂടിയാണ്, അല്ലെങ്കിൽ എന്തിനാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ പ്രൊമോഷനോട് കൂടി തിരിച്ചെടുത്തത്? അപ്പോൾ അവർക്കതിൽ വീഴ്ച നടന്നതായിട്ട് സമ്മതിക്കുന്നത് പ്രകാരമല്ലേ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തതെന്നും ഒരു ആക്ഷേപം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെയും ഒരു അമർഷമുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരണത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിൽ ഒരു അസംതൃപ്തി ഉണ്ട് അദ്ദേഹത്തിന്. അത് ഈ നിയമത്തിന്റെ മുന്നിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു പോകുകയല്ല, താൽക്കാലികമായിട്ടെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ ഈ സമയം അവര് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അന്വേഷിക്കും, രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കൂടുതലാണെന്നും അദ്ദേഹം ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ 19 പേർക്കും ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട അദ്ദേഹം സിദ്ധാർത്ഥന് നീതി ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ ഇവർക്ക് കൊലക്കയർ വാങ്ങി കൊടുക്കുന്നത് വരെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദൃശ്യ തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.